നമസ്കാരം. രാമക്ഷേത്രം ഉയരുകയാണ്. രാമക്ഷേത്രം ഉയരുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. ആ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അത് പക്ഷേ ആ ശില്പി സമൂഹത്തിന് ലഭിക്കാൻ പോകുന്നത് ഒരു അഭിമാന നിമിഷമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വളരെ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം ആചരിക്കാൻ പോകുന്നത്. അതൊരുങ്ങുന്നത് ലോകശ്രദ്ധ ഇന്ത്യയിലേക്ക് പതിയുകയും ചെയ്യുമ്പോൾ ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങൾ അത് നിർമ്മിക്കുന്ന വിശ്വകർമ്മ സമൂഹത്തിന് ഇത് ഇരട്ടി മധുരത്തിൻ്റെ നാളുകളാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജ്യത്തിന് വളരെ അഭിമാനകരമാകുന്ന വിധത്തിൽ അയോധ്യയിലൊരു ശ്രീരാമക്ഷേത്രം ഒരുങ്ങുമ്പോൾ ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ ആ ഉദ്യമത്തിൽ പങ്കെടുത്ത വിശ്വകർമ്മ ശില്പികൾക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. ക്ഷേത്രത്തിൻ്റെ മിനിയേച്ചർ മാതൃക നിർമ്മിച്ച മരപ്പണി ശില്പി മുതൽ അതിൻ്റെ കൽപ്പണി ശില്പികളും ഇരുമ്പ് പണി ശില്പികളും മാത്രമല്ല സ്വർണ്ണപ്പണി ശില്പികളും മൂശാരിപ്പണി ശില്പികളും അടക്കം അങ്ങനെ അനേകായിരം വിശ്വകർമ്മജന്മാരുടെ പരിശ്രമ ഫലമായിട്ടാണ് ഇതാ ഇവിടെ ആ ക്ഷേത്രം അയോധ്യയിൽ ഉയർന്നു വരുന്നത് എന്ന് പറയാൻ. ക്ഷേത്രത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥാനവും ദിശയും തിരഞ്ഞെടുക്കുന്നത് മുതൽ അതാണല്ലോ ആദ്യത്തെ ഒരു ഘട്ടമെന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ രൂപം ആദ്യം മനസ്സിൽ കാണുകയും അത് കല്ലിൽ രൂപപ്പെടുത്തുകയും അങ്ങനെ മൂർത്തിയുടെ ശില്പം അത് ഏതു തരത്തിൽ വേണമെന്ന് രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കുകയും അത് പ്രതിഷ്ഠിച്ച് കുംഭാഭിഷേകം നടത്തുന്നത് വരെയും ചെയ്യുന്ന വളരെ വിപുലമായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്ര നിർമ്മാണ പ്രക്രിയയിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് പറയപ്പെടുന്നത് മറ്റാരുമല്ല വിശ്വകർമ്മ ശില്പികളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതൊക്കെയും ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ശില്പ ആഗമശാസ്ത്രങ്ങളിൽ അപാരജ്ഞാനമുള്ള ശില്പിശ്രേഷ്ഠൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു അനേകായിരം ശില്പികൾ ഒരേ സമയം വല്ലാതെ യത്നിച്ചാണ് ഓരോ മഹാക്ഷേത്രവും ഉണ്ടാകുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. വിശ്വകർമ്മജരുടെ സൃഷ്ടിയാണ് രാജ്യത്തിന് ശ്രേയസ് പകർന്ന് അയോധ്യയിൽ ഇതാ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ആ സൃഷ്ടിയെയാണ് ജനം ഇപ്പോൾ വർദ്ധിച്ച ആവേശത്തോടെ കൊണ്ടാടാൻ ഒരുങ്ങുന്നത് എന്നുകൂടി പറയട്ടെ. ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ശില്പകരബിരുദ് നമ്മുടെ രാജ്യത്തിന് സ്വന്തമാണ് എന്ന് പറയാം. കാരണം ഭാരതത്തിൻ്റെ മുഖമുദ്രയായി തല ഉയർത്തി നിൽക്കുന്ന നമുക്കറിയാമല്ലോ കല്ലിൽ കവിത രചിച്ച അനേകമായിരം ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളൊക്കെ ആ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ് എന്ന് പറയേണ്ടി വരുന്നു. രാമക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയപ്പെടുന്നത് ലോക ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ട് ഒരുങ്ങുകയാണ് ആ ദിവസം. അത് ഓരോ വിശ്വകർമ്മജൻ്റെയും മനസ്സിൽ നിറയ്ക്കുന്നത് സന്തോഷത്തിൻ്റെയും ഒപ്പം തന്നെ ആത്മാഭിമാനത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒക്കെ പൂത്തിരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ കാലം കാത്തുവച്ചതാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നു. ശില്പികളുടെ കരവിരുതിൽ ഉയരുന്ന ആ രാമക്ഷേത്രം എന്ന് പറയപ്പെടുന്നത് അനേക ലക്ഷം പേരുടെ കോടി ജനങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇന്ന് അയോധ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യകാലം മുതൽ തുടങ്ങിയത്. ചരിത്രാതീത കാലം മുതൽ തന്നെ രാമക്ഷേത്രത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും 1989 ശേഷമാണ് രഥയാത്രയും അതിനുശേഷം ഉണ്ടാകുന്ന രാമജന്മഭൂമി വിഷയങ്ങളും ബാബറി മസ്ജിദ് പ്രശ്നങ്ങളുമൊക്കെ നാട്ടിൽ അലയടിക്കുമ്പോൾ തന്നെ ഭക്തജനങ്ങളെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം ശ്രീരാമക്ഷേത്രം ആവശ്യമാണ് എന്നും അയോധ്യയിൽ രാമക്ഷേത്രം പണിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് 1992 കർസേവ നടത്തേണ്ടി വന്നതും ആ ബാബറി മസ്ജിദിൻ്റെ മിനാരങ്ങൾ തകർന്നു വീഴേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതും. മിനാരങ്ങൾ തകർത്തതോ അല്ലെങ്കിൽ തകർന്നു വീഴപ്പെട്ടതോ അതിനകത്ത് കർസേവ നടത്തിയതോ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ നിയമപരമായി സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ നീതി തേടി എത്തപ്പെട്ട ഭക്തജനങ്ങൾക്ക് അവർക്ക് നീതി ലഭിച്ചത് കൊണ്ടാണ് ഇപ്പോൾ 1992 ആ സംഭവത്തിന് ശേഷം 2023 കഴിഞ്ഞ് 24 എത്തപ്പെടുമ്പോൾ ജനുവരി 22 മഞ്ഞണിഞ്ഞ ദിനങ്ങളിൽ ശ്രീരാമക്ഷേത്രം ഉയരുന്നതും ആ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി പാട്ടുപെട്ട് പ്രയത്നിച്ച അനേകായിരം വരുന്ന ശില്പികൾക്ക് ഇതൊരു സുന്ദര മുഹൂർത്തമാണ്, അവരുടെ അഭിമാന മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമക്ഷേത്രം നിർമ്മിച്ചു കഴിയുമ്പോൾ അത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ നിർമ്മിക്കപ്പെട്ട ആ വലിയ ക്ഷേത്രത്തെ ഉണ്ടല്ലോ, ആ ക്ഷേത്ര സമുച്ചയത്തെക്കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൽ
എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നതും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും മറ്റാരുമായിരിക്കില്ല, ഈ വിശ്വകർമ്മജ സമൂഹമായിരിക്കും, ശില്പികളായിരിക്കും. ആ ശില്പികൾ രാമനാമ ജപം ജപിച്ച് ആ ദിവസങ്ങളിൽ ഭക്തിയോടെ തന്നെ കാത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം.